ഉള്ളതിൽ ആഫ്റ്റർ വെരി ലോങ് ടൈം ഗോയിങ് വിത്ത് ഇഷാനി ടു കൊച്ചി. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഇച്ചിരി ഭക്ഷണം പാക്ക് ചെയ്തെടുത്തു. ടിഫിൻ ബോക്സും എടുത്തില്ല. പിന്നെ അത് കഴുകണം, തിരിച്ചു കൊണ്ടുവരണം. പ്ലാസ്റ്റിക് പാത്രം എടുത്തു. അത് കളയാലോ. സിമ്പിൾ ഫുഡ്. പിന്നെ ഞങ്ങൾക്ക് അർജുൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്നും കുക്ക് ചെയ്തില്ല. രാത്രി ഇന്നപ്പം ചിന്നത് പഴയ ചോറൊക്കെ ചൂടാക്കി മുട്ട പൊരിച്ച് വെച്ചിട്ട് ചമ്മന്തിയാക്കി ക്യാബേജ് തോരൻ. അത്ര എന്നതാ ചമ്മന്തി ഇവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇഷാനി ബിരിയാണിയാണ് വാങ്ങിട്ട് വന്നത്. അപ്പം ഞാൻ കഴിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള നിയോ. തൊപ്പിയൊക്കെ തൊപ്പിയാവ ഇടത്തില്ല. അത് കുഞ്ഞു തലയോണ്ടെല്ലാം ഈ കാല് ഫുള്ള് വെളിയിൽ കിടക്കുന്നതായിരിക്കും നെറ്റ്. ഏതായാലും കുഴപ്പമില്ല. ഫുള്ള് കവേർഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഒരു ടോപ്പ് മേടിക്കാൻ വേണ്ടി നമ്മൾ ലുലു മോളിൽ കയറിയത്. അത്യാവശ്യമായിട്ട് ഇടാൻ ഒരു ടോപ്പ് ജസ്റ്റ് മേടിക്കാം. പക്ഷേ എനിക്കിതുവരെ മേടിച്ചില്ല. നമ്മൾ ചുമ്മാ നടന്നു വന്നപ്പോൾ ഒരു ബേബി ഷോപ്പ് കണ്ടു. ആൻഡ് നിയോമിന് വേണ്ടി നമ്മൾ ഇത്രയും മേടിച്ചു. ഓമി അവൾ ഇടയ്ക്കിടയ്ക്ക് അവനെ നിയോമെന്ന് വിളിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്നു കൊച്ചി ലുലു മോളിൽ. ഇഷാനിയുടെ കൂടെ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നതാണ്. ജയറാം കാളിദാസ് അഭിനയിക്കുന്ന സിനിമയിൽ ഇഷാനിയും ഒരു നല്ല ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൂജയ്ക്ക് വന്നു. പൂജ കഴിഞ്ഞു. ഇഷാനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനെടുക്കാൻ മോൾ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊച്ചി ട്രിപ്പ് വന്നപ്പോഴേ ഇഷാനി ഒരു പെർട്ടിക്കുലർ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഉള്ള ഷൂസ് തപ്പി നടന്ന് കിട്ടിയില്ല. അപ്പോൾ അന്ന് നമുക്ക് ലുലു മോളിൽ വരാൻ പറ്റില്ല. അത് നമ്മൾ ഇവിടെയുള്ള വേറെ പുതിയൊരു മോളുണ്ട്, അവിടെ പോയാൽ. അപ്പോൾ ഇന്ന് ഇവിടെ തപ്പി വന്നു, ഇന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഓമിക്ക് ഇച്ചിരി സാധനമൊക്കെ മേടിച്ച് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കടയിലോട്ട് കയറണം. അപ്പോൾ പാരഗൺ അവിടെ ബാക്കി കണ്ടു. പിന്നെ പാരഗണിൽ നിന്ന് ഫുഡ് കൊണ്ട് കഴിക്കാം. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന് തൃപ്പൂണിത്തുറ മാലതി സ്ട്രിപ്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് ഓൺലൈനിൽ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങാറുണ്ട്. അവരുടെ നല്ല മെറ്റീരിയൽസാണ്. ഞാൻ എപ്പോഴും അവരോട് പറയും കൊച്ചി വരുമ്പോൾ ഞാൻ വരാം, കട കാണാൻ വരാം എന്ന് ഞാൻ എപ്പോഴും പ്രോമിസ് ചെയ്യും. പക്ഷേ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഹോൾ ആഫ്റ്റർനൂൺ ഞാൻ ഫ്രീ ആണ്. ഞങ്ങളുടെ പ്രോഗ്രാം ഇതോടുകൂടി കഴിഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് പറയും ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വരാം, കടയൊന്ന് കാണാം. ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ധാരാളമുള്ള കടയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോകുന്നുണ്ടാവും. അവിടെ പോകുമ്പോൾ അവിടെ കാണുന്ന എന്തെങ്കിലുമൊക്കെ ഐ ക്യാൻ ഷെയർ വിത്ത് യു ഓൾ. അയ്യോ ഇഷാനിയെ കണ്ടില്ലല്ലോ, ഇഷാനിയെ കാണും. തപ്പട്ടെ, പാരഗണിൽ പോയി ഫുഡ് കഴിക്കണം, പിന്നെ കഴിച്ച് ഹോട്ടലിൽ പോകണം. അപ്പോൾ എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് അത് ഹോട്ടലിൽ പോയി സാധനങ്ങളെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ ആ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോകും. അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കണ്ടാൽ അത് ഷെയർ ചെയ്യാം. ഓക്കെ. പാരഗണിൽ ആദ്യമായിട്ട് തിരക്കില്ലാതെ നമുക്ക് വരാൻ പറ്റുന്നത്. നേരത്തെ വന്നുണ്ട്. കോഴിക്കോട് പാരഗൺ പോയാലും ട്രിവാൻഡ്രം പാരഗൺ പോയാലും കൊച്ചി പാരഗൺ പോയാലും എപ്പോഴും തിരക്കാണ്, വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ നല്ല നേരത്തെ കട ഓപ്പൺ ആയത് നമ്മളെത്തി. അതുകൊണ്ട് നമ്മൾ വന്നു, നമ്മളിങ്ങനെ ചൂസൊക്കെ ചെയ്ത് എവിടെ ഇരിക്കാന്ന് പറഞ്ഞ് നമ്മൾ നല്ലൊരു സ്പോട്ടിൽ വന്നിരുന്നു. മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഈ ഇഷാനിയുടെ ഡ്രസ്സ്, ഇഷാനിയെ കാണാനും ഇവിടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരേപോലെ ലുക്സ് നൈസ്. നീ മേർജ് ആവുന്നു, ബ്ലെൻഡിങ് ഇൻ ടു ദ ഇന്റീരിയേഴ്സ് ഓഫ് ദ ഹോട്ടൽ. ഇവിടെ ഇന്റീരിയേഴ്സ് കുറച്ച് മാറ്റിയ പോലെ ലുക്സ് നൈസ്. ഈവൻ ഐ തിങ്ക് ദി സെയിം. നമ്മളിത് ഇവിടെ പണ്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ അല്ലായിരുന്നു. പാരഗണാണ്. അതെ അതെ. എനിക്ക് പിങ്ക് വെള്ളം കാണുമ്പോൾ എനിക്കെന്തൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഐ ലൈക്ക് കളേർഡ് ഡ്രിങ്ക്സ്. ഞാൻ കളർ ഡ്രിങ്കിൻ്റെ ഒരു ഫാനല്ല, എന്നാലും കുഴപ്പമില്ല.
പണ്ടൊക്കെ എനിക്ക് ചൂടുവെള്ളം ഇഷ്ടമല്ല കുടിക്കാൻ, എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഐ പ്രിഫർ ടു ഹാവ് ഹോട്ട് വാട്ടർ. എനിക്ക് എപ്പോഴും ഹോട്ട് വാട്ടർ ഇഷ്ടം. കാരണം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ തൊണ്ടയൊക്കെ കുറച്ചൊരു ഡ്രൈ ആവുമല്ലോ. ചൂടുവെള്ളം തന്നെയാണ് നല്ലത്. മ്യൂസിക് ഒരു ഭയങ്കര ആംബിയൻസ് അല്ലേ. നമ്മൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മൾ മാരീഡിലാണ് സ്റ്റേ ചെയ്യണം. പക്ഷെ ഇപ്പൊ നമ്മൾ ഷൂട്ടിങ്ങിന് വന്നതുകൊണ്ട് ഹോളിഡേ ഇല്ല സ്റ്റേ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോളിൽ വരാം. അപ്പൊ ഓക്കെ, ബിരിയാണി വന്നിട്ട് കാണാം. നമ്മൾ താമസിക്കുന്ന സെയിം ഹോട്ടലിലാണ് നിമിഷം സ്റ്റേ ചെയ്ത. നിമിഷിന്റെ വീടാണ് ഇപ്പോൾ ഹോളിഡേ ഇൻ. നിമിഷിന്റെ പുതിയ പ്രോജക്റ്റ് എന്നാ റിലീസ്? 28 ലോക്ക. സോ അതിൻ്റെ വർക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, സി യു. ബൈ. ഞാൻ പറയുന്നത് നമ്മുടെ ഫ്രണ്ട് കാർത്തിക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഞാനും ഇഷാനി നമ്മുടെ ഫ്രണ്ട് ഷോപ്പ് എത്തി. കാർത്തിക്, അങ്കിത, ഇഷാനി കയറാം. ഞാൻ സ്ഥിരം ഇടുന്ന സെൽവാസിൻ്റെ ഒരു ചാകര തന്നെ ഇവിടെ ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് മെറ്റീരിയലാണിത്. മൊഡാൽ സിൽക്ക്. ഇഷ്ടംപോലെ പാറ്റേൺസ് ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ഈ ടൈപ്പ് ആക്ച്വലി ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ ഇടാത്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഇഷാനിയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫംഗ്ഷൻ വേണ്ടി ഒരു സാരി അങ്ങനെയല്ലേ സാരി ഇടുന്നത് തന്നെ നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ ഓണം ഫംഗ്ഷൻ, അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങുന്നത്. ഇതിപ്പോൾ ഇത് സുഖമായിട്ടൊരു കല്യാണത്തിന് ഇടാം, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കാഞ്ചീപുരം ടൈപ്പാണ്. ദിസ് ഈസ് ആക്ച്വലി റിയലി നൈസ്. ഇഷ്ടപ്പെട്ടല്ലേ? ഇഷാനിക്ക് ചേരുന്നുണ്ട്. ഇഷായുടെ ആഗ്രഹമാണ് കുറേ സാരി കളക്ഷൻ വേണം. സാരി ജ്വല്ലറി ഒക്കെ എനിക്ക് കളക്ട് ചെയ്ത് കുറേ. അതുപോലെ നമ്മൾ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ലുക്ക് ദാറ്റ് കളർ, ലുക്ക് ദിസ് കളർ. ഇഷാനല്ലേ? അത് നന്നായിട്ടുണ്ട്. അത് നോക്കിയേ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഇതാണ്. ദിസ് ഇസ് ഓൾസോ നൈസ്. വയലറ്റ് ഇസ് ഓൾസോ നൈസ്. ചിലർക്ക് ഇത്രയും വൈബ്രന്റ് കളേഴ്സ് ഇഷ്ടപ്പെടാത്തവർക്ക് ആക്ച്വലി നല്ല ഇഷ്ടം. അത് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ്. ആ നല്ല കളറാണ്. അത് കസവുണ്ടോ? കസവില്ലല്ലേ? പിന്നെ അല്ലേ വരുന്നത്. നല്ല ബോഡിയോട് നല്ല ചേർന്ന് കിടക്കും. അടിപൊളി. ഷാനി ഇത് നല്ല ചേരുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള ഏതെങ്കിലും വെഡിങ് വരുവാണെങ്കിൽ ഞാൻ ഈ ടൈപ്പ് ഒരു സാരി കൊടുക്കാം, ഒരു ചേഞ്ച്. ഇതിന്റെ ബ്ലൗസ് ഇത്. ബ്ലൗസ് പീസ് ഇസ് ദിസ്. ഏതാ ഇത്? ഇഷാനി ഇപ്പൊ മെജന്തയാണോ ഈ വയലറ്റ് ആണോ എടുക്കാൻ പോകുന്നത്? ഐ തിങ്ക് ലൈക്ക് മെജന്ത. ഇതിന്റെ കൂടെ ഈ കളറിൽ ഈ ഷെയ്ഡിലുള്ള ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് കൊള്ളാം. ഇത് നല്ലതാ ഷാനി, ഈ റെഡ്. ഓരോന്ന് വെക്കുമ്പോ ഓരോ ഡിഫറെന്റ് ലുക്ക് കേട്ടോ. I like this crushed pattern. നല്ല രസമുണ്ട്. എനിക്ക് ക്രഷ്ഡ് പാറ്റേൺ ആണ് ഈ സാരിയിൽ ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിങ്ങനെ ക്രഷ്ഡ് ആയിട്ട് വരാൻ. ഇത് ഗജ്ജി സിൽക്ക് ആണ്. നമ്മളത് അതെ, ഇത് ടൈ ആൻഡ് ഡൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ക്രഷ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നൂല് വെച്ച് കെട്ടി 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 ഈ ടൈ ആൻഡ് ഡൈ ചെയ്യുന്നത് അങ്ങനെ എന്തോ കെട്ടി ഓരോ നോട്ട്സും കെട്ടി കെട്ടി കെട്ടി. അപ്പൊ ഇതുപോലത്തെ മെറ്റീരിയൽസിന്റെ പിന്നിൽ ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ടല്ലേ? എടുത്ത് ചെയ്യുന്നത്.
ഇതിപ്പോ എന്ത് റേഞ്ചാ ഈ സാരിയൊക്കെ? ഇതൊക്കെ 11,000 റേഞ്ച്. 11,000 റേഞ്ച്. ഓ ഇതില് ഡിഫറെന്റ് പാറ്റേൺ ആണല്ലേ? ഓരോന്നിലും ഓരോ ഈ മൂന്നും ഇതൊക്കെ ടൈ എല്ലാം ട്രെയിൻഡാണ്. ഡിസൈൻസ് പാറ്റേൺസ് ഈ മൂന്നും നോക്കി ഡിഫറെന്റ് പാറ്റേൺസ് ആണ്. മധുരൈ ചുങ്കുടി എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ആണ്. ധാരാളം സാരികൾ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സാരിയായിട്ട് കാണുമ്പോൾ അല്ല, നമ്മളിങ്ങനെ ഒന്ന് വെച്ചിട്ട് കണ്ണാടിയിലോട്ട് നോക്കുമ്പോഴാണ് ഒരു ഭംഗി ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാം ഇതിൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് സാരി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും. വെരി ഗുഡ്. ഇങ്ങനത്തെ സാരികളോട് ഇഷാനിക്ക് ഹൻസിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് പാവാടയും ബ്ലൗസും തച്ചിട്ട് ഹാഫ് സാരി ആയിട്ട് യൂസ് ചെയ്യാം. അതിന് അടിപൊളിയാണ്. ഡിഫറെൻറ്റ് പാറ്റേൺ. ആൻഡ് ഇത് വളരെ എക്സ്പെൻസീവും അല്ല, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ വലിയ റേഞ്ച് തന്നെ ഇവിടെ മാലതി സിൽക്സിലുണ്ട് കേട്ടോ. ഞാനിവിടെ കടയിൽ വന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ കണ്ണ് ഈ സാരിയില്ല. കാരണം ഹൻസിക അടുത്ത് അവൾക്ക് കോളേജിൽ ഓണത്തിനിടാൻ സെറ്റ് മുണ്ട് അല്ലാത്ത പക്ഷെ സെറ്റ് മുണ്ട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സാരി വേണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു സാരിയുടെ പിക്ചർ കാണിച്ചു. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ദിസ് ആയിരുന്നു. ഇത് മൾ കോട്ടൺ ആണ്. ഇത് നമ്മുടെ നോർമൽ സെറ്റ് മുണ്ട് സാരിയല്ല, പക്ഷേ ഓണം സീസണിൽ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടുന്നതാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അടിപൊളി. ഇതൊക്കെ എന്ത് റേഞ്ചാണ് നമ്മുടെ? 1350 ആണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നല്ല ഭംഗിയാണ്, സ്റ്റൈലിഷ് ആണ്. നല്ലൊരു അടിപൊളി സ്ലീവ്ലെസ് ബ്ലൗസിനോട് സൂപ്പർ ആയിരിക്കും. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണോ ഇത് വരുന്നത്? ബ്ലൗസ് പീസ് ഇതുപോലെ റണ്ണിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. നല്ല സാരി, വെരി പ്രിറ്റി സാരി. റെഡിമെയ്ഡ്സ് ഒക്കെ മുകളിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് നോക്കാം. എനിക്കിവിടുത്തെ ഇന്റീരിയേഴ്സ് വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളി ഇന്റീരിയേഴ്സ്. ആ ഫ്ലോറിംഗ് ഒക്കെ നോക്കി സൂപ്പർ ആയിട്ടുണ്ട്. ഓണം കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. ഓണത്തിന് എന്ത് ഡ്രസ്സ് ഇടണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് വാങ്ങിക്കും. നിങ്ങൾക്ക് ഓൺലൈൻ ഉണ്ടല്ലോ. ഓൺലൈൻ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അടിപൊളി. Look at that. ഓണ സീസൺ ആകുമ്പോഴത്തേക്ക് മിക്കവർക്കും ഒരു 3-4 പരിപാടികൾ വരും. ഒന്ന് ഇപ്പോൾ കോളേജിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, വീട്ടിലായിരിക്കാം, തിരുവോണത്തിന് അന്നായിരിക്കാം, ക്ലോസ് റിലേറ്റീവിൻ്റെ വീട്ടിലായിരിക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ ഓരോ പരിപാടിക്കും വേറെ വേറെ ഡ്രസ്സ് ഇടാനാണ് ആഗ്രഹം. സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസ് ഇടുന്നതാണ് മെയിൻ. ഇത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരേ ഡ്രസ്സൊക്കെ നമ്മൾ അടുത്തടുത്തൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ മടിയില്ല. ഇപ്പോൾ എല്ലാവർക്കും മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു ദിവസം സെറ്റ് സാരി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസങ്ങളിലും ഓണം ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇതുപോലത്തെ സെൽവാർ, 2 സെൽവാർ ഉണ്ടെങ്കിൽ 2 ഫംഗ്ഷൻ സെൽവാർ ഇടാം. 2 ഫംഗ്ഷന് വേണമെങ്കിൽ സെറ്റ് കൊണ്ട് കൊടുക്കാം. ഇഷാനി ഇത് നോക്കിയേ. ഇത് നോക്ക്. ഞാൻ ഈ അടുത്തിട്ടപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. സ്റ്റിച്ച് ടോപ്പ് ആ ടൈപ്പാണ് ഈ കിടക്കുന്നത്. ഹൻസു ഇതിന്റെ ഫാനല്ലേ? ഐ ലൈക്ക് ദിസ് വൺ. ഇതിന്റെ എൻ്റെ ഒരു വൈബ് ഉണ്ട്. ഇഷാനിയുടെ സൈസ് ആയിരിക്കും കണ്ടിട്ട്. ആക്ച്വലി ഇറ്റ് ലുക്സ് മൈ സൈസ്. അതിന് കുറേ കളക്ഷൻ ഉണ്ടല്ലോ. കോളേജ് പിള്ളേരൊക്കെ ധാരാളം വാങ്ങുന്നുണ്ടാവും അല്ലേ? ഐ തിങ്ക് ഭയങ്കര ഇപ്പൊ കോളേജിലൊക്കെ ആക്ച്വലി ഇടാൻ നല്ലത്, അത്ര ചൂടെടുക്കില്ല. മറ്റേ ഒരു കരീന കപൂർ, ഷാഹിദ് കപൂറിന്റെ ഒക്കെ സിനിമ ആ സീസണിലൊക്കെ ഇതുപോലത്തെ ഷോർട്ട് ടോപ്സ് കുറച്ച് ട്രെൻഡി ആയിരുന്നു. പിന്നെ അത് പെട്ടെന്ന് അങ്ങ് പോയി. ഇപ്പൊ പിന്നെയും വീണ്ടും തിരിച്ചു വന്നു. അതാണ് ഈ ഫാഷൻ എന്ന് പറയുന്നത്. എപ്പോ ഏത് പോകുമ്പോ എപ്പോ തിരിച്ചു വരും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഷോർട്ട് കുർത്തീസ് ഭയങ്കര ഇന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആണ്.
തുണി വാങ്ങി തയ്ക്കാൻ വേണ്ടി ഇത്ര തുണി മതി. നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് റേഞ്ചിലാണ് വിറ്റ് പോകണേ ഇവിടെ? 1100. വെരി നൈസ്ലി സ്റ്റിച്ച്ഡ്. ധാരാളം പാറ്റേൺസ് ഉണ്ട്. പാവാട കോട്ടൺ ലോങ് പാവാടയൊക്കെ പണ്ട് ഫാഷനായിരുന്നു. ഇടയ്ക്ക് വെച്ചത് പോയി, ഇപ്പൊ തിരിച്ചു വന്നു. ഹൻസികയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഈ ഏർത്തി ഫീലുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഈ റിയൽ ഓർഗാനിക് മെറ്റീരിയൽസ്. ഷർട്ട് അല്ലേ? അത് ഹക്കോബയുടെ ഷർട്ടാണ്. അജ്രക് പ്രിന്റ്. അക്കോബയിൽ അജ്രക് പ്രിന്റ് ചെയ്തേ. കുറച്ചുകൂടി ഈസി ബ്രീസി. എനിക്ക് മാലതി സിൽക്സിൽ നിങ്ങൾക്ക് മെൻസ് വെയർ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു, ഇന്നാണ് അറിഞ്ഞത്. നന്നായിട്ടുണ്ട്. ഇത് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരിക്കുമല്ലോ അല്ലേ? ഇത് സ്റ്റോക്ക് ഇരിക്കുന്ന നോക്കി. ഏതൊക്കെ സൈസ് ഉണ്ട്? 38, 40, 42, 44 എങ്ങനെയാണ്? 44 വരെ വരും. ഇതൊക്കെ സ്ലിം ഫിറ്റ് ആയിട്ടാണോ റെഗുലർ ഫിറ്റ് ആയിട്ടാണോ ചെയ്യുന്നത്? റെഗുലർ ഫിറ്റ് ആണ്. അപ്പൊ ഇച്ചിരി സൈസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വിടാൻ പറ്റുമല്ലേ? കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഏത് സൈസിലൊക്കെ ഞാൻ കിച്ചുവിന് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഇതിലുണ്ടോ എന്ന് നോക്കട്ടെ. ഓണത്തിന് ഇടാലോ. ഇനി നമുക്ക് കുറച്ച് ഓണം തീമിലുള്ള ഷോർട്സും കൂടി ഉണ്ട്. അജ്രക്കിന്റെ ഫാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്, ആപ്ലിക് വർക്ക് കൊള്ളാം. കാഷ്വൽ ആയിട്ട് പറ്റും. ജസ്റ്റ് കുർത്ത സെറ്റ് അല്ലല്ലോ, ജസ്റ്റ് ടോപ്സ് മാത്രം. ദാറ്റ്സ് നൈസ്. ദുപ്പട്ട ഉണ്ടോ? ഇല്ല, ദുപ്പട്ട ഇല്ല, കുർത്ത പോലെ എടുത്തു. ടോപ്പിംഗ് ഇത് നോക്കി, ഒരു നല്ല സ്ലീവ്ലെസ് ഒക്കെ. വൈറ്റ് ഷെയ്ഡ് ആയിട്ട് ഇതിന് ബോട്ടം കൊള്ളാം അല്ലേ? കൊള്ളാം. കൊള്ളാം അല്ലേ? കൊള്ളാം. ഇഷാനിക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. അത് കൊള്ളാം. ഇതൊക്കെ ഏതാ സൈസ്? ഇത് നമുക്ക് എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ ആണല്ലേ? ഇത് സ്മോൾ. സ്മോൾ ഇഷാനിക്ക് കറക്റ്റ് ആയിരിക്കും. ആയിരിക്കണം. എനിക്ക് ഈ ടൈപ്പ് കുർത്തീസിൽ കൂടുതലും സ്ലീവ്ലെസ് ആണ് ഇഷ്ടം. കുർത്ത കൈ ഉള്ള ഇടുമ്പോൾ ഞാൻ ഉള്ള സൈസിനെക്കാളും മെലിഞ്ഞിരിക്കും. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഉള്ള സൈസ് തോന്നിക്കണം. സ്ലീവ്ലെസ് ഇടുമ്പോൾ കുറച്ചുകൂടെ ജീവൻ തോന്നിക്കും. പിന്നെ ഇതുപോലെ വരുന്ന ഹൈനെക്കും കുറച്ച് നല്ലതാ. സ്ലീവ്ലെസ് കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് വരത്തില്ല. അത് ഏകദേശം, പക്ഷെ അത് കുറച്ചുകൂടെ കയറിയിരിക്കുന്ന സ്ലീവ്ലെസ്. ഇത് കുറച്ചുകൂടെ തിക്ക് സ്ലീവാണ്. ഇത് ഇടുമ്പോൾ കുറച്ച് ജീവൻ തോന്നിക്കും. എനിക്കിപ്പോൾ ജീവൻ ഒന്നില്ല എന്നാണ്. കൊള്ളാം. ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ കോളേജ് ഒന്നും ഇല്ലാതെ ആയിപ്പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഹൻസിക ഇപ്പൊ ഈ അടുത്ത് കുറെ ഷോർട്ട് ടോപ്സ് തയ്പ്പിക്കാൻ കൊടുത്തു. അജ്രക് മെറ്റീരിയൽ വരുന്ന കുറെ കമ്മലുകളുണ്ട്. വേണമെങ്കിൽ ഒരു പൊടി ഷേപ്പ് ചെയ്താൽ ബെറ്റർ ആവും തോന്നും, പക്ഷെ അല്ലാതെ കറക്റ്റാ. സൂപ്പർ. ഹൻസുവിനും കൂടെ ഒരെണ്ണം വാങ്ങാവേ. കൊള്ളാല്ലേ? ഇവിടെ ഒരു പൊടി ലൂസ് ഉണ്ട്. അതിവിടെ ടൈറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇവിടെ നിന്നൊന്നും അടിച്ച അധികം അടിക്കണ്ട, ഇടാൻ പാടാവും. ചെറിയതായി. പക്ഷെ എനിക്കത് നോക്കിയാലോ തോന്നുന്നേ. ഇങ്ങനെയോ? ഓക്കെ ആണ് സംഭവം, പ്രശ്നകരമല്ല. ബട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒന്ന് കുറച്ച് എയർ നിൽക്കുന്നൊരു ഇതുണ്ട്. ആം ഹോൾ മാത്രം ഇച്ചിരി കുറയ്ക്കാം. അത് സ്മോൾ ആണോ എക്സ്ട്രാ സ്മോൾ ആണോ? നോക്കിയേ.
ഹൻസുവിന് പറ്റി. ഇത് കറക്റ്റ് ആയിരിക്കും എനിക്ക്. അതാണ് എടുക്കുന്നത്. മെറ്റീരിയൽ കംഫർട്ടാണ്. നൈസ്. നമുക്ക് ട്വിൻ ചെയ്യാം. ആക്ച്വലി ആ കളർ ചേരുന്നുണ്ട്. മിറർ ഉണ്ട്, മിറർ. What do you think? നല്ല ഭംഗിയുണ്ട്. ഡിഫറെൻറ്റ് കളർ, ഡിഫറെൻറ്റ് ടൈപ്പ്. ഇതാണ് ബ്ലൗസ്. ബ്ലൗസ് I might prefer a plain color. Yeah. വേറെ തുണി എടുത്ത് ഇതും ചെയ്യാം, വേറെ ഒന്നും ചെയ്താൽ 2 പ്രാവശ്യം മാറി മാറിയിട്ട് ഡിഫറെന്റ് ലുക്ക് കിട്ടും. ഇഷാനിയുടെ വിരലുകളുടെ പരസ്യമാണ്. സാരിയുടെ പരസ്യം, ഇഷാനി വിരലുകൾ. ഓക്കെ, അടിപൊളി. എനിക്ക് ഈ മൊഡാൽ സിൽക്ക് മെറ്റീരിയലിൽ കുറേ ഫ്രോക്സ് ഉണ്ടല്ലോ, ഞാനിങ്ങനെ നോക്കും, എനിക്കില്ലാത്ത കളേഴ്സ്. ഇത് നോക്കിയേ, വലിയ ഡിസൈൻ ചേരും എനിക്ക്. നല്ല കളർ. കുറേ അടിപൊളി പീസസ് നോക്കി ഇതെടുത്തു അമ്മയ്ക്കായിട്ട്. സാരി പോളിഷായി വന്നു. ഓ, ഇങ്ങനെ വരുമല്ലേ തേച്ച് വരുമ്പോൾ, പക്ഷെ ഒരു ഷൈൻ വരും. അപ്പോൾ താങ്ക് യു. അത്യാവശ്യം വലിയൊരു പർച്ചേസ് നടത്തി. ആൻഡ് വി ആർ ഗോയിങ്. അടിപൊളി കടയാണ്. യു വാണ്ട് ടു കം ആൻഡ് വിസിറ്റ്. ക്രിസ്പിയോ അപ്പം ഇങ്ങനെ ഇരുന്നാലേ കൊള്ളാവുള്ളൂ, ചിലപ്പോൾ തുണി പോലെ ആയിപ്പോവും, എന്നാൽ കൊള്ളൂല. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് റൂമെത്തി. ഇറ്റ് വാസ് എ നൈസ് ഡേ. നല്ല ദിവസമായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഇന്ന് പൂജ നടന്നതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. ഇഷാനി ഈസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ലവ് ഫ്രം നമ്മുടെ വെൽ വിഷേഴ്സ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്ന് ഇഷാനി എന്നോട് കുറച്ച് പറയാം, ഓ നമ്മളിന്ന് പോയ കട അടിപൊളിയാണല്ലേ, എന്തുമാത്രം സാധനങ്ങൾ, കുറേ ഷോപ്പ് ചെയ്ത്. ഞങ്ങളാണെങ്കിൽ ഒറ്റ പെട്ടിയും കൊണ്ടാണ് വന്നത്. ഷോപ്പിംഗ് ഒന്നും മനസ്സിലങ്ങനെ പ്ലാൻ ഇല്ലാതെ ഒറ്റ പെട്ടിയും കൊണ്ടാണ് വന്നത്. ആൻഡ് ഷോപ്പിംഗ് ഇച്ചിരി കൂടിപ്പോയി, പെട്ടി അടയുന്നില്ല. എങ്ങനെയെങ്കിലും ഇനി അടച്ച് പോകണം. നമുക്കിനി നാളെ ട്രിവാൻഡ്രം എത്തിയിട്ട് മറ്റന്നാൾ ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, ഞാനും ഇഷാനി 2 ദിവസത്തേക്ക്. എനിക്ക് ലോങ് വെക്കേഷൻസ് ഇഷ്ടമാണ്, പക്ഷേ ഈ 1 or 2 day ട്രിപ്സ് ഭയങ്കര ടയറിങ് ആണ്. നാളെ തന്നെ രാവിലെയല്ലേ ഫ്ലൈറ്റ്, അപ്പോൾ വെളുപ്പിനെ എണീക്കണം, 8 മണിക്കകത്ത് എയർപോർട്ട് എത്തണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ എണീറ്റ് പ്രിപ്പയർ ചെയ്ത് റെഡിയായി ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകണം. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു
നാലഞ്ച് ദിവസം മുന്നേ തൊട്ട് കുറച്ച് വീട്ടിൽ പല വിഷ്വൽസും എടുത്ത് ഒരു വ്ളോഗിന് വേണ്ടി ഇങ്ങനെ അതിനെ കൂട്ടി വെക്കുന്നുണ്ടായിരുന്നു. അല്ല അവസാനം അർജുൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണ ദിവസത്തെ കുറച്ച് ഷോർട്സും ഞാൻ കുറച്ച് സംസാരിക്കുന്നതും ഒക്കെ എടുത്താണ് ഞാൻ നിർത്തിയത്. പക്ഷെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തൊക്കെയോ തിരക്കായി അങ്ങനെ പോയി. പിന്നെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് വന്നത്, ഇന്നലത്തെ ഈ ട്രിപ്പ്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ വരികയല്ലേ ഫ്രഷായിട്ട് ഞാനൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അത് പോയി ഇവിടെ എത്തി. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ആ വിഷ്വൽസ് അത് കുറച്ച് വിഷ്വൽസേ ഉള്ളൂ, അധികമൊന്നുമില്ല. അതിനെ എന്ത് ചെയ്യും? അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അതിനെ അങ്ങ് ആഡ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പോയ ലാസ്റ്റ് 2-3 ഡേയ്സ് ലൈഫ് അതെനിക്കൊന്ന് ഓസിയൊന്നും അധികം കാണാൻ വഴിയില്ല. കാരണം ഓസിയൊക്കെ 2-3 ദിവസത്തേക്ക് സ്റ്റേക്കേഷന് പോയിരുന്നു. അതൊക്കെ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലാഷ് ബാക്കിലോട്ട് പോകില്ലേ, അങ്ങനെ. അപ്പം നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് എൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഉള്ള കുട്ടി കുറച്ച് ഫുട്ടേജസ് കണ്ടിട്ട് ഓടി തിരിച്ചു വരാം. ഓക്കെ, കം. ഓ, നല്ല അടിപൊളി മഴ. ആ ഒരു കാറ് ചുമ്മാ ഓർമ്മിക്കുന്നു. ഇത് എമർജൻസി വിചാരിച്ചപ്പോൾ ചുമ്മാ പോയി. ഞാൻ വെച്ചത് ആംബുലൻസാണ്. വെൽക്കം ബാക്ക്. കുറേ ദിവസം ഞാൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് ഐ വാസ് റിയലി ബിസി, ഫുള്ളി പാക്ഡ് ആയിരുന്നു. ഞാൻ ഇന്ന് അഭിജിത്തിനോട് പറയാം, ഈ കാറിൽ കയറി ഇരുന്നപ്പോഴാണ് എനിക്കൊരു സമാധാനം. എൻ്റെ നടുവിന് എന്ത് കംഫർട്ട് കിട്ടിയിരുന്നു ആ കാറിലൊന്നും ഇരുന്നപ്പോൾ. ഞങ്ങളുടെ പഴയ ഇന്നോവ കുറേ ദിവസം വർക്ക്ഷോപ്പിലായിരുന്നു. ഇതിൻ്റെ എന്തൊക്കെയോ പ്രശ്നമായിരുന്നു. അങ്ങനെ നന്നാക്കാൻ കൊടുത്ത് ഇന്നലെ കിട്ടിയുള്ളൂ. ഞാൻ ഹൻസുവിനെ പിക്ക് ചെയ്യാൻ പോവാം. ഹൻസു എന്നൊരു സിനിമയ്ക്ക് പോയിട്ട് ഹൻസിന് കോളേജിൽ ഏതൊരു പ്രോജക്റ്റ് ചെയ്യണം. അങ്ങനെ കൂടെയുള്ള ഫ്രണ്ടുമായിട്ട് ചേർന്ന് ലാപ്ടോപ്പിൽ ചെയ്യേണ്ടതാണ്, ഒരുമിച്ച് ചെയ്യേണ്ടതാണ് സം പ്രസൻറ്റേഷൻ. സോ ഫ്രണ്ടുമായിട്ട് ചേർന്ന് ഇവിടുത്തെ ട്രിവാൻഡ്രം വെള്ളയമ്പലത്തുള്ള സ്റ്റാർബക്സിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹൻസിനെ പിക്ക് ചെയ്തിട്ട് ഹൻസിന് ഓണത്തിനിടാൻ ഏതൊരു പെർട്ടിക്കുലർ, നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ സെറ്റ് മുണ്ടും സാരീസും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അവൾക്ക് മറ്റേതോ അവൾ പറയുന്നുണ്ട് ഒരു കളർ. അപ്പോൾ അത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്നൊരു കടയുണ്ട്. ആ ബേക്കറി ജംഗ്ഷനിൽ അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ അങ്ങനെ ആ കടയിലോട്ട് പോകണം. ഹൻസുവിനെ പിക്ക് ചെയ്തിട്ട് ഇറ്റ്സ് റെയിനി. മഴ പെയ്യുമ്പോഴത്തേക്ക് കാർ ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ആ മഴയുടെ ഒരു ഫീല്, കാറും ആ ഒരു തണുപ്പും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഭിജിത്തിന് ഇഷ്ടമാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്ത് ഭംഗിയായിട്ട് വേണം കാണാൻ മഴയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ആകെ നമ്മൾ ശ്രദ്ധിക്കണം, കെയർഫുള്ളായിട്ട് ഓടിക്കണം, സ്കിപ്പ് ചെയ്യാതെ. 2 വീലേഴ്സൊക്കെ നമ്മൾ അവരെ ഒന്ന് കൺസിഡർ ചെയ്യണം. കാരണം അവരൊക്കെ കുറച്ച് റെയിൻ കോട്ട് എടുക്കാത്തവർ കാണും, ധൃതി വെച്ച് എങ്ങനെയെങ്കിലും പോകുന്നുണ്ടാവും. സോ കാറിൽ പോകുന്ന നമ്മൾ കുറച്ചൊന്ന് കെയർഫുള്ളായി എല്ലാവർക്കും ഒന്ന് ഓവർടേക്കൊക്കെ ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോയാൽ കൊള്ളാം. ഞാൻ എപ്പോഴും പറയുന്നത്, മഴയാണ്, റോഡ് സ്കിഡായി കിടക്കുക, നമ്മൾ ഇച്ചിരി സ്ലോയിൽ പോകണം. സ്ലോയിൽ പോയാൽ നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ടാവും. വണ്ടി ഓടിക്കാൻ അറിഞ്ഞിടാത്ത ഞാനാണ് പറയുന്നത്. എന്നാലും അല്ല, എനിക്ക് ആക്ച്വലി അത് ഞാൻ ചെയ്യാത്തതാണ്. കാരണം എനിക്ക് പേടിയാണ്, ഞാനത് എൻജോയ് ചെയ്യാറുമില്ല. ഞാൻ വണ്ടി ഓടിക്കുന്ന പറയുമ്പോൾ പലർക്കും ഒരു ഞെട്ടലാണ്. ഈ റോഡിലൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്, കൂടെ ഒരാളെ ഇരുത്തി. എനിക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ അധികം എൻജോയ് ചെയ്യുന്നൊരു സംഭവമല്ല. പ്ലസ് നമുക്ക് എപ്പോഴും ഡ്രൈവർ ഇല്ലാതെ പറ്റത്തുമില്ല. സോ എങ്ങനെയെങ്കിലും നമുക്ക് എപ്പോഴും ഓരോ ഡ്രൈവേഴ്സ് കാണും. അപ്പോൾ പിന്നെ ഞാനങ്ങ് കയറി ഈ സീറ്റിൽ ഇരിക്കും, കുറച്ച് കംഫർട്ടബിൾ അല്ലേ. ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിലെൻ്റെ ആറ്റിങ്ങലടുത്ത് എനിക്ക് എൻ്റെ വീടുണ്ടായിരുന്നു, കടയ്ക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട് കാറിൽ. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, എന്നാലും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. ഫുൾ അങ്ങറ്റം അവിടെ നിന്ന് ഇങ്ങറ്റം ഇഷ്ടംപോലെ ഡ്രൈവൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നോട്ട് എ ഗ്രേറ്റ് ഡ്രൈവർ. എനിക്ക് മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തെങ്കിൽ സെറ്റായനെ. പക്ഷെ ഞാനത് ചെയ്തില്ല. ഐ ഷുഡ് ഡു ഇറ്റ്. പക്ഷെ ഞാനെന്നാലും എൻ്റെ കൂടെ ഇരിക്കണ ഈ കൊച്ചു പിള്ളേർ അത്രയും പറയും, അങ്ങനെയല്ല മോനെ, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. എനിക്ക് മറ്റേ പ്രാക്ടിക്കൽ സൈഡ് കംപ്ലീറ്റ് അറിയാം. പ്രാക്ടിക്കൽ അല്ല, തിയറി അറിയാം ഡ്രൈവിങ്ങിൻ്റെ. മറ്റേതാണ് പേടി. പിന്നെ പൊക്കം കുറവായതുകൊണ്ട് മര്യാദയ്ക്ക് കൈ ഒത്തൂലോ കാലോ. ആംബുലൻസിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളത്. ആംബുലൻസ് പോകുമ്പോൾ നമുക്ക് ആകെ ഒരു സ്ട്രെസ്സാണ്. എവിടെയോ അല്ലേ മറ്റേ സ്റ്റാർബക്സ് എത്താറായി. ഹൻസുനെ ഒന്ന് വിളിക്കട്ടെ. ഹൻസുന്റെ ഫ്രണ്ട് റെയിനെ പോയോ? ബൈ ബൈ.
വെക്കേഷൻ സെറ്റ് ഹൻസിൻ്റെ സീനിയറാ കുട്ടീൻ്റെ സിനിമ കാണാൻ പോകാൻ അമ്മയ്ക്കൊക്കെ ആ കളർ ആക്ച്വലി ചേരുന്നുണ്ട്. എനിക്ക് ആ കളർ മേക്സ് മീ ലുക്ക് ഡൾ. മറ്റേ റോയൽ ബ്ലൂ ഇല്ലേ, റോയൽ ബ്ലൂവിൻ്റെ എന്താണെന്ന് ചോദിച്ചു നോക്കുന്നത്. ഹൻസ് ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തു. ഇനി ഒന്ന് കരാൾക്കട വരെ ഒന്ന് പോകണം. അവൾക്ക് അവിടെ നിന്ന് അമ്മു ഇഷാനിക്കും ഓസിക്കും ഒക്കെ കരാൾക്കടയിൽ നിന്ന് വാങ്ങിച്ചൊരു ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരെണ്ണം ഉണ്ട്. സിമ്പിൾ പക്ഷേ എനിക്കിങ്ങനെ വർക്ക് ബൂട്ടാസൊക്കെ വെച്ചത്. അപ്പോൾ ഹൻസുവിൻ്റെ അങ്ങനെ ഇട്ടില്ല. ഹൻസുവിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണാണ്. ഞാൻ ആക്ച്വലി ഹൻസുവിന് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് വാങ്ങാൻ പോയി. ഹൻസ് സ്കൂളിൽ പഠിക്കുമ്പോൾ സെറ്റ് മുണ്ട് സാരി വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അവർക്കൊക്കെ ഉള്ള പോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യാതെ ഹൻസിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എടുത്തു. പക്ഷെ അവർക്ക് അതത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അവർക്ക് ഇന്ന് അവർക്കുള്ള ടൈപ്പ് വേണം. അവരുടെയൊക്കെ ഒരു കരാൾക്കടയിലെ ഒറിജിനൽ ഇതായതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് എനിക്ക് കോളേജിലാണെന്ന് ആരും കൊടുക്കത്തില്ല. അതിന് അവിടെ കൂടെ പോയി നോക്കാം എന്ന് വെച്ചിട്ട് വന്നിപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ഈ ദിവസങ്ങളിലേക്ക് ഓണം പ്രമാണിച്ച് കുറേ ഇവർക്ക് ഓണം ബേസ് ചെയ്ത ഒത്തിരി കൊളാബ് ഷൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് സാരികളുണ്ടെങ്കിൽ മാറി മാറി ഇടാൻ, അല്ലെങ്കിൽ എല്ലാം നമ്മളൊക്കെ പണ്ടിട്ട് റിപ്പീറ്റ് ഇടേണ്ടി വരും. ആകുമ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഹൻസുവിന് തയ്ക്കാം. ഹൻസ് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു. മൈത്രി ഇന്ന് കുറച്ച് ഗിഫ്റ്റുമായിട്ട് വിളിച്ചു വെച്ചാൽ ഞാനിന്ന് ഹൻസുവിൻ്റെ കൂടെ പുറത്തായിരുന്നു. അപ്പോൾ തിരിച്ച് പോകുന്ന വഴി ഐ എം ജസ്റ്റ് സ്പീക്കിംഗ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ഓണം. അമ്മു ഹൻസ് നോക്ക്, ആ ചേച്ചിയുടെ ഒന്ന് വാങ്ങിക്കടാ. വാങ്ങിക്ക് എല്ലാം അമ്മുവിൻ്റെ ഫോട്ടോ ഉള്ളത്. താങ്ക് യു. അവൾ മറ്റേ കരാൾക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയതാ. സൂപ്പർ. അപ്പൊ ഈ കാറ് പോകുമ്പോഴത്തേക്ക് ഈ അടയാളം പോവോ? എടുത്തോട്ടെ. ഇവിടെയൊക്കെ ഇപ്പം നമ്മുടെ പോൾസ് ക്രീമറിയിൽ മോളിൻ്റെ ലുലു മോളിൽ തുടങ്ങുന്ന പോൾസ് ക്രീമറിയുടെ സ്റ്റോർ ഐ തിങ്ക് അമ്മുവാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ. അമ്മൂസ് ഇനോഗ്രേറ്റിംഗ് പോൾസ് ക്രീമറിയുടെ ന്യൂ സ്റ്റോർ കമ്മിങ് അപ്പ് ഇൻ ട്രിവാൻഡ്രം ലുലു മോൾ ഓൺ ദ 21st of this month. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആ ദിവസം ഞാനും ഇഷാനും 20-ാം തീയതി ഒന്ന് ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്യാൻ പോൾ വന്നു. പോളിൻ്റെ പുതിയ കാറ് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയി. അതിൻ്റെ ആ ലൈറ്റ് താഴെ വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഈ താഴെപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ആ കാറിൻ്റെ ഷോ എല്ലാം കണ്ടു. മൈത്രി വെരി സ്വീറ്റ്. മൈത്രി ഇന്ന് തന്നെ വിളിച്ചായിരുന്നു. മൈത്രിക്ക് ഓണത്തിൻ്റെ കുറച്ച് ഗിഫ്റ്റ് നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ട് മൈത്രി വിളിച്ചപ്പോൾ ഒന്നും എന്താ പോള് ഇൻവൈറ്റ് കൊണ്ടുവന്ന ബിസ്ക്കറ്റാണ്. ലണ്ടനിൽ നമ്മളൊരു ഫോർട്ട്നം ആൻഡ് മേസൺ എന്ന് പറയുന്ന ഒരു കടയിൽ പോയില്ലേ, അവിടുത്തെ കുക്കിയാണ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഹെവൻലി യമ്മി. താങ്ക് യു പോൾ. എൻ്റെ വീഡിയോ ഒന്നും കാണില്ലായിരിക്കും, എന്നാലും താങ്ക് യു. അങ്ങനെ മൈത്രി ഇങ്ങനെ വിളിച്ചപ്പോൾ ഒക്കെ ഞാൻ പുറത്തായിരുന്നില്ല. മൈത്രി ഗിഫ്റ്റ് തരാൻ വന്നു. അങ്ങനെ മൈത്രി നാളെ പോകാമെന്ന്. അങ്ങനെ ഓൺ ദ വേ വഴി വെച്ച് മൈത്രിയെ മീറ്റ് ചെയ്ത് ഗിഫ്റ്റ് എല്ലാം കളക്ട് ചെയ്ത് പോന്നു. തുറന്ന് നോക്കട്ടെ എന്താണെന്ന്. Paul's Creamery. You are invited. Dun dun dun. And from Vedika, that is way too many gifts to handle. Look. അമ്മയ്ക്കാ ഡിയർ സിന്ധു ആൻറ്റി ആൻഡ് അങ്കിൾ. ഏയ് അങ്കിൾ നീ വന്നേ. എൻജോയ് ഓണം ആസ് അപ്പൂപ്പൻ അമ്മൂമ്മ. വിഷിങ് യു ലവ്ലി. ഓക്കെ ഷീ സെഡ് സംതിങ് ഡിഫറെൻ്റ് ആണ് ദിസ് ടൈം. ഇത് മുണ്ടാണ്, അത് സാരി, ഇത് മുണ്ട്, ഇതാണ് മുണ്ട്. ഇതാണ് മുണ്ട്. സന്തോഷ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത മുണ്ട്. താങ്ക് യു മൈത്രി. മൈത്രി പറഞ്ഞത് എപ്പോഴത്തെ പോലെയല്ല, സാരി വേറെ ടൈപ്പാണെന്ന് പറയും.
The star of all the stories. My daughter is still fondly recalls, and definitely a shining star. Thank you. കലംകാരി ഡിസൈൻ അല്ലേ മറ്റേ സാരി. അപ്പൊ ഇതും ആ ഗ്രീനും എന്തോ സിമിലാരിറ്റി ഇല്ലേ? Yeah, green and this is like similar. Ishani, happy honor, sweetheart. And happiness and mental peace. All the best. Thank you. My Ammo. Okay, thank you. It's the most gorgeous. Okay, this is for Ashwin and Ozzy. Dear Ozzy and Ashwin. Okay. Okay. ഇതിന് ചേരുന്ന ബ്ലൂ കളർ സാരി. ഓ അത് കൊള്ളാം കേട്ടോ. മറ്റേത് എന്റെയും കിച്ചന്റെയും ഗ്രീൻ ഷെയ്ഡ്. ഈ മുണ്ടിന്റെ സംഭവം ആക്ച്വലി മുണ്ടിന്റെ അടിപൊളിയാണ്. നൈസ് വർക്ക്. That's nice. Okay, that is for Omi. Oh my god. ഓമിക്ക് മുണ്ട. Can I open? What a baby. For everybody's baby. അൻസിന് ഭയങ്കര ഇഷ്ടമല്ല ഇതുപോലെ ഗിഫ്റ്റ് റാപ്പ് I ചെയ്യാൻ. love unboxing. Come on. കണ്ട് മനസ്സ് ഗിഫ്റ്റ് കളയാറില്ല. അൻസു റാപ്പറൊക്കെ സൂക്ഷിച്ചു വെക്കും. ശുശ്രൂഷ കീപ്പ് ഇത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. Oh my god, it's perfect. Mund. Vanena first mund. തിരിച്ച് രാമരാജന്ന് വാങ്ങി. Acha. I can already imagine him in this. Cute. That's really cute and very thoughtful. Thank you. No, it's not yours. This is only that much. And like a crop top for me. നീ നിയോമാണ്. Wow. Neo. Dress rehearsal. This is so cute. Very nice. It's such a thoughtful gift for every member of the family. Very very sweet and my ഓരോരുത്തർക്ക് ലെറ്റർ ഒക്കെ എഴുതിയിരിക്കുന്നു. Yeah. That's just Very extremely sweet. thoughtful and sweet. Thank you, Maitri Chechi. Thank you, Maitri Chechi. Happy Onam. I like my letter so much. It's very cool. See? നമ്മൾ already Says- എല്ലാരും see ചെയ്ത് കഴിഞ്ഞു. I know. നമ്മൾ കണ്ടു. Darling, once a baby, stand up for all the stories my daughter still fondly recalls. Yeah. And definitely a shining star. Stay glam. അൻസു ആദ്യമായിട്ട് മോഡൽ ചെയ്ത മൈത്രി ചേച്ചിക്ക് വേണ്ടിയാ. Yeah. എത്ര 3 വയസ്സിലാ? 6 or 6. ആ റാമ്പ് വാക്ക് ഒക്കെ ചെയ്ത് എത്ര 6 years. First standard. Second standard. ക്യൂട്ട് ആയിരുന്നു. അപ്പൊ എനിവേ താങ്ക് യു മൈത്രി. that is too good. Thank you so much.
Good girl. Wearing elder sister's dress. Yeah. I think അതിനിടയ്ക്ക് നമുക്ക് കടം വാങ്ങാം. ഹൻസൂപ്പ് അമ്മൂൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങി. ഇപ്പോഴത്തേക്ക് അമ്മൂൻ്റെ ഇട്ടതാണ്. ഹൻസൂപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. മോഡേൺ ഡ്രസ്സ് മാത്രമാണ് മോഡേൺ. ഇങ്ങനെ ഇത്രയും ഗ്രാൻഡ് സെൽവാസ് ഹൻസൂപ്പിൻ്റെ സാരി ഒന്നും ഉണ്ടായിരുന്നു മൂഡിലല്ലായിരുന്നു. അടിപൊളി സ്ഥലം കിട്ടി, ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടി ആവശ്യിക്കുന്നു. ഇന്നത്തെ സദ്യ ഇതിൽ ഇന്നത്തെ സ്പെഷ്യാലിറ്റിയാണ് കപ്പയും വെജിറ്റേറിയൻ മീൻ കറിയും. ഓക്കെ, സൂപ്പർ. ഇത് ബീഫല്ല, ഇത് സോയയാണ്. അർജുൻ്റെ ഇതായിരിക്കും കേട്ടോ, ഇതെല്ലാം കുറേ സ്പെഷ്യൽ അർജുനായിരിക്കും നമ്മുടെ ഇന്നത്തെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തത്. ഉരുണ്ടിയാക്കേർഡ്. കല്യാണത്തിനൊക്കെ പോയി തിരിച്ചു വന്നു. ഞാൻ, ഡാഡി, അമ്മ വന്നു, അപ്പച്ചി എല്ലാവരും എത്തി. അമ്മും ഹൻസുവും ഇനി വരത്തേ ഉള്ളൂ. എനിക്ക് നമുക്ക് അമ്മൂൻ്റെ ടീച്ചറിനൊന്ന് കാണാൻ പോകുന്നു പറയുന്നുണ്ടായിരുന്നു. പോവോ വേഗം വരുമോ എനിക്ക് അറിയത്തില്ല. നല്ല ഫങ്ഷനായിരുന്നു. കുറേ നാളിന് ശേഷം എല്ലാവരും കൂടെ ഡ്രസ്സ് ചെയ്ത് എല്ലാവരും കൂടെ പോയി. ഇറ്റ് വാസ് നൈസ്. എന്നോട് എല്ലാവരും ഓസി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഓസി ഞാൻ പറഞ്ഞത് ലീലയിൽ സ്റ്റേക്കേഷന് പോയി. വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കപ്പയും മീനില്ലാത്ത ഫിഷ് കറിയും നല്ല രുചിയായിരുന്നു. ഞാൻ അർജുനോട് പറയായിരുന്നു, ആ കേറ്ററിങ്ങിൻ്റെ ആൾക്കാരോട് ചോദിച്ചിട്ട് ആ മീൻ കറി പോലെ ഇരുന്ന കറിയുടെ റെസിപ്പി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഇറ്റ് ഇസ് ലൈക്ക് സിമ്പിൾ ബട്ട് ആസ് ഗുഡ് ആസ് ശരിക്കുള്ള മീൻ കറി. ഭയങ്കര ബ്രൈറ്റ്. എൻ്റെ കണ്ണിങ്ങനെ കുഞ്ഞായി പോകുന്നു. പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഐ ഷെയർ ദാറ്റ് വിത്ത് യു. സീ മൈ സാരി, ഐ വാസ് ലൈക്ക് വെരി 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 കംഫർട്ടബിൾ വിത്ത് ദിസ്. ഞാൻ അന്ന് ആ ഫോട്ടോഷൂട്ടിന് കുറച്ച് നേരം ഇട്ടത്. ഇന്നിപ്പോൾ കുറേ നേരം ഇട്ടാൻ. ഐ ജസ്റ്റ് ലവ് ദ പല്ലു. ഓക്കെ, ലൈക്ക് ഇറ്റ് സോ സോഫ്റ്റ്, സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാൽ മറ്റേ ഈ കസവൊക്കെ ഉള്ളത് കൊണ്ട്, ഈ ജെറി ഉള്ളത് കൊണ്ട് നമ്മളൊരു ഫങ്ഷനൊക്കെ കുഴപ്പമില്ലാത്ത നല്ലൊരു ഡ്രസ്സ് ഇട്ടേക്കുന്നു എന്നുള്ളൊരു ഫീലും ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് വെരി ലൈറ്റ്. ഇനി ഇതിൻ്റെ കുറേ കൂടെ കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ചെയ്യണം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് ഈ ഒരു പച്ച കളറിന് ഭയങ്കര ഡിമാൻഡാണ്. പെട്ടെന്ന് അതെല്ലാം സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ഇത് കുറച്ചുകൂടെ കിട്ടുമോ നമ്മുടെ മാനുഫാക്ചേഴ്സിനോട് ചോദിക്കണം. കുറച്ചധികം കളേഴ്സും ഒന്ന് ട്രൈ ചെയ്യണം. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത്തവണ എൻ്റെ ബ്ലൗസസ് എല്ലാം എത്നിക് വീസിലാണ് സ്റ്റിച്ച് ചെയ്തത്. ഇത് നമ്മളെന്നാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മളിട്ട് എല്ലാ സാരീസിനും ബ്ലൗസ് തച്ചിരുന്നു. ആൻഡ് ദിസ് ഇസ് ലൈക്ക് നൈസ്ലി സ്റ്റിച്ച്ഡ് ഹൈ നെക്കായിട്ട്. ഇറ്റ് ലുക്സ് നൈസ്. ഞാനന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടി എനിക്ക് അമ്മലേക്ക് നല്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു തരുന്നത്. എനിക്ക് സൂട്ട് ചെയ്യണുണ്ടായിരുന്നു. പക്ഷേ റിയലായിട്ട് എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെയും ചെയ്യാൻ അറിയത്തില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്താൽ അങ്ങനെ ആവത്തില്ല. അവരാകുമ്പോൾ ഇവിടെയൊക്കെ കുറച്ച് എന്തൊക്കെയൊക്കെ ചെയ്തൊന്ന് പക്ക സെറ്റാക്കി വെച്ച് കൊണ്ടയൊക്കെ വെച്ച് മാച്ചിങ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല രസമായിരുന്നു. അന്ന് നല്ല ഫീലായിരുന്നു. ഞാൻ 2-3 ഹെയർ സ്റ്റൈൽ കാലങ്ങൾക്ക് ശേഷം ട്രൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഗോൾഡ് അല്ലാത്ത ഏതൊക്കെയോ മാലയൊക്കെ ഇട്ടു. പക്ഷെ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഐ എം കംഫർട്ടബിൾ ടു വെയർ ഓൺലി മൈ ബേസിക്. എൻ്റെ ബേസിക് ജ്വല്ലറി ഇടാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഗോൾഡ് അല്ലാത്തതൊന്നും ഇടാൻ വലിയ ഇഷ്ടമല്ല. ഞാൻ വല്ലപ്പോഴും ഇടുന്നെങ്കിലും എനിക്ക് പേഴ്സണലി ചോയ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ഹെവി ജ്വല്ലറി ഒന്നും ഇടാൻ. ഗോൾഡ് ആയാലും ഹെവി ഇടാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഐ ലൈക്ക് ടു വെയർ ലൈറ്റ് തിങ്സ്. ഐ ലൈക്ക് ടു വെയർ ദ സെയിം ഓൾഡ് തിങ്സ്. ലൈക്ക് ഈ ഒരു മാലയുടെ ഈ ലോക്കറ്റ് എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഉള്ളതാണ്. ഇതെൻ്റെ താലിയൊന്നും അല്ല കേട്ടോ. ഇതുപോലത്തെ ഇങ്ങനത്തെ കുറേ ഇത് മസ്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഒരു തിൻ ഗോൾഡ് മാലയിലാണ് ഇട്ടിരുന്നത്. അത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇഷാനി എൻ്റെ പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്ത ഒരു മേക്ക് ഓവർ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട് ഉള്ളൊരു ചുരിദാർ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ എൻ്റെ കഴുത്തിട്ടേക്കുന്ന മാല ഇതാണ്. 2 മുത്തും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. എപ്പോഴും ഞാൻ ഇങ്ങനെ മാറ്റിയപ്പോൾ എപ്പോഴും വല്ല ടൈറ്റൊക്കെ ആയ സമയത്ത് ഞാൻ ചിലപ്പോൾ 2 മുത്ത് കൊടുത്ത് കളഞ്ഞു. ഓരോന്നും നല്ല ഹെവിയാണ്. ഈച്ച് മുത്ത് ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ എപ്പോഴും ഭീമയിൽ ഓൾമോസ്റ്റ് ഒരു അമ്മു ജനിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മംഗൾസൂത്ര മാലയിലോട്ട് മാറ്റിയത്. ഇറ്റ്സ് ബീൻ മൈ ഫേവറേറ്റ് ഫോർ ഏജസ്. ആൻഡ് എനിക്ക് ജസ്റ്റ് ഇത്ര ഇടാനാണ് ഇഷ്ടം. എനിക്ക് വലിയ മാലയൊന്നും ഇടാൻ ഇഷ്ടമല്ല.
ഞാൻ എടുത്തൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ചേരുന്നില്ല. ഞാൻ ഇന്നലെ ഇതിൻ്റെ കൂടെ വലിയ കമ്മലൊക്കെ ഇട്ട് നോക്കി. ഇട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചേരുന്നില്ല, എനിക്കിത് മതി. എൻ്റെ ചെവി കീറി പഞ്ചറായിട്ടിരിക്കുകയെന്ന് എന്നെ അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം. സോ ഐം ലൈക്ക് കംഫർട്ടബിൾ. ഇത് ടുഡേ ഈവനിങ് വി ആർ ട്രാവലിംഗ് ടു കൊച്ചി. ഇനി ഫംഗ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് മോർണിംഗ് ഫ്ലൈറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ നമുക്ക് ഈ മറ്റേ സ്പീഡിൽ പോകുന്ന ട്രെയിനും കിട്ടിയില്ല. വന്ദേ ഭാരതൊക്കെ വേറെ ടൈമിംഗ് അല്ലേ. അങ്ങനെ വൈകിട്ട് ഏതോ ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രാത്രി 7 മണി പോലെ, അവിടെ 10:30 എത്തുന്നത്. അങ്ങനെ കുഴപ്പമില്ല, എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോയി റിലാക്സ് ചെയ്ത് പോകാമല്ലോ. അങ്ങനെ അപ്പോൾ ഓക്കെ, ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിലെ പണിയെല്ലാം ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ സിയ ബൈ അഹാദിഷിക്ക ഒന്ന് വിസിറ്റ് ചെയ്യും. ഒരുപാട് പീസസ് പോയിട്ടുണ്ട്. ഇനിയും ഓൾമോസ്റ്റ് ഒരു 15ഓളം പീസസ് ആർ സ്റ്റിൽ ദെയർ. എല്ലാം നല്ലതാണ്. എല്ലാം നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തതാണ്. വെരി ക്ലോസ് ടു ആ ഹാർട്ടാണ് മോസ്റ്റ് ഓഫ് ദ സാരീസ്. അല്ല, ഓരോ പീസും ഞങ്ങൾ പേഴ്സണലി ഇപ്പോൾ ഒരു കല്യാണത്തിന് തന്നെ ഇട്ടുകൊണ്ട് പോകാൻ നമുക്ക് ആഗ്രഹമുള്ള പോലത്തെ സാരികളാണ് മിക്കതും. എൻ്റെ ഫേവറേറ്റ് ഉണ്ട് ഒരു പിങ്ക്, മെനി അതായത് യെല്ലോ വൺ വിച്ച് ഐ വോ. ഇനി നമ്മൾ അടുത്ത ലോട്ടിൽ ഇടാൻ പോകുന്നതും കുറേ നല്ല സാരീസ് ഉണ്ട്. സോ കം ആൻഡ് ഷോപ്പ് ഇൻ സിയ ബൈ അഹാദിഷിക്ക. ഓക്കെ, ഞാൻ പോയി ഈ നല്ല സാരിയൊക്കെ ഊരിയിട്ടിട്ട് വീട്ടു ജോലി ചെയ്യട്ടെ. ബൈ. ഫ്ലാഷ് ബാക്ക് വീഡിയോസിലിപ്പോൾ കണ്ട വിഷ്വൽസ്, ഞാൻ കാറിൽ പോകുന്ന കുറച്ച് പോർഷൻസ്, ഹൻസുവിനെ പിക്ക് ചെയ്യാൻ പോകുന്നത്, ട്രിവാൻഡ്രത്ത് നല്ല മഴയുള്ളൊരു വൈകുന്നേരം ഹൻസുവിനെ പിക്ക് ചെയ്തത്, ഹൻസുവിന് കോളേജിൽ ഓണത്തിന് ഇടാനുള്ള ഒരു സാരി വാങ്ങാൻ പോയി. രണ്ടാമത്തെ സാരി വാങ്ങാനും പോയിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല, അന്ന് ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വട്ടായി, ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ആ ദിവസം മൈത്രി ഞങ്ങൾക്കായിട്ട് ഓണം ഗിഫ്റ്റ് ചെയ്തു കുറേ സാധനങ്ങൾ. അത് കളക്ട് ചെയ്തത്, അത് ഞാൻ തുറക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്, അടിപൊളി സാധനങ്ങൾ. എൻ്റെ വീഡിയോ മൈത്രി കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു മൈത്രി, താങ്ക് യു വേദിക ഫോർ ബി ലൈക്ക് തിങ്കിങ് ഓഫ് അസ്. ഓണത്തിന് നമ്മളിങ്ങനെ ഓർത്ത്, അത് നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും, ഓമിക്ക് വരെ ചേർത്ത് ഞങ്ങൾക്ക് ഡ്രസ്സ് എത്തിച്ചു തന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് വേദിക ആൻഡ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈകോർത്തുള്ള ഒരു ജേർണി ആയിരുന്നു. ബിഗിനിങ് തൊട്ട് ഓൾവേസ് ലൈക്ക് വി വർ ദേ, ഈവൻ ഷീ വാസ് ദേ ഫോർ അസ്. ലൈക്ക് ഒത്തിരി നമ്മൾ അമ്മക്ക് ഒത്തിരി മോഡൽ ചെയ്തിട്ടുണ്ട്. ഹൻസുക്കെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് മോഡൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും നമുക്ക് എന്ത് എമർജൻസിക്ക് ഒരു സാധനം വാങ്ങണോ, വി ജസ്റ്റ് റൺ ദേ ആൻഡ് വി ബൈ സ്റ്റഫ്സ് ഫ്രം ദേ. ഞങ്ങളൊരു സാരി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് വി വിൽ നോട്ട് ബി ഷോപ്പിംഗ് ഫ്രം അതർ ഷോപ്സ്. നമുക്ക് വേണ്ട തരം സാരികൾ കിട്ടുന്ന കടകളിൽ നിന്ന്, നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന കടകളിൽ നിന്ന് സ്റ്റിൽ വീൽ കണ്ടിന്യൂ വെരി. സി, ഇന്ന് ഞങ്ങളിവിടെ കൊച്ചിയിലോ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയിട്ട് വി ബോട്ട് 2 സാരീസ്. രണ്ടുപേരും അത്യാവശ്യം എക്സ്പെൻസീവ് സാരീസാണ്. ബിക്കോസ് വി ലൈക്ക് ദറ്റ് സാരീസ്. അത്തരം സാരീസൊന്നും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ ഹാൻഡിൽ ചെയ്യുമായിരിക്കും, അറിയത്തില്ല. ബട്ട് വി ലൈക്ക് ഇറ്റ്, വി ബോട്ട് ഇറ്റ്. ആൻഡ് നമുക്ക് നല്ലത് ആർക്കാണോ ഉള്ളത്, വി ലൈക്ക് ടു അവരെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ, അവരെക്കുറിച്ച് നല്ലത് പറയാനൊക്കെ നമുക്ക് ഒരു മടിയുള്ള ആൾക്കാരല്ല. അപ്പോൾ പിന്നെ വേറെ എന്താ ഉള്ളത്? പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ അർജുൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഫ്യൂ വിഷ്വൽസ്, ടക്ക് 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 എന്ന് 2-3 വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്തായി. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. 2-3 ദിവസമായി ഞാൻ ന്യൂസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഐ എം നോട്ട് അവെയർ ഓഫ് ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ ഇഷാനിയോട് പറയായിരുന്നു, കുറേ ദിവസമായല്ലേ, എന്ത് തിരക്കാ, ഫ്രീ ടൈമേ കിട്ടുന്നില്ല ഒന്നിനും. ഇന്നലെ ഒരു കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഐ ആം വെരി 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 സാഡ്. നമ്മുടെ കിംസിൽ നമ്മൾ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്ത ഹസീനയുണ്ട്. ഹസീനയുടെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ നമുക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാൻ ഉണ്ടായിരുന്നത് കൊണ്ടും അർജുൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് അതിന് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ബിക്കോസ് അത് ട്രിവാൻഡ്രത്ത് തരാൻ. ആൻഡ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അൽസാജിൽ നടക്കുന്ന ഹസീനയുടെ മോൻ്റെ കല്യാണത്തിൽ അങ്ങോട്ട് പോയിരുന്നു. പക്ഷേ നമുക്കിന്നലെ ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് അതെനിക്ക് ഒട്ടും പ്രാക്ടിക്കൽ അല്ലായിരുന്നു. കാരണം നമുക്ക് ഇന്നലത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഓടിപ്പോയി ധൃതി വെച്ചാണ് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോരൊക്കെ ഇറങ്ങിയത്. സോ ലൈക്ക് എൻ്റെ വീഡിയോ ഹസീന കാണുമെന്ന് അറിഞ്ഞൂടാ. കാണുവാണെങ്കിൽ ബിഗ് അപ്പോളജി ഫ്രം ആ സൈഡ്. മനസ്സുകൊണ്ട് വരണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, വരാൻ പറ്റിയില്ല. നമുക്ക് ഇനി കാണാം. ഹോസ്പിറ്റലിൽ എന്തായാലും വീണ്ടും വീണ്ടും ചെക്കപ്പിനൊക്കെ വരുമല്ലോ, അപ്പം നമുക്ക് കാണാം. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് ചിലതൊക്കെ ചെയ്യണം എന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. നമ്മളങ്ങനെ പെട്ടുപോയി എല്ലാ ദിവസവും അങ്ങനെ. ഓണം ആകാറാണ്ട് ഒരുപാട് കൊളാബ് ഷൂട്ട്സ് ഉണ്ട്. ആൻഡ്
ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് വർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം അമ്മുവിൻ്റെ കൂടെയൊക്കെ തന്നെ കുറേ വർക്കായി, ഏതൊക്കെയോ കിട്ടി. 2 ദിവസം മുമ്പ് ഹിമാലയയുടെ തോന്നുന്നു ഒരു ചെയ്തു, പിന്നെ കുറച്ച് ഇൻസ്റ്റാമാർട്ടിൻ്റെ, അങ്ങനെ ഏതൊക്കെയോ പ്രോബ്ലം. അപ്പം ഞാനും പകുതി സെം ബിസിയാണ്. എനിക്ക് വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും വേണ്ടി ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഹൻസുവിന് ഇന്നലെയും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകണേ തൊട്ട് മുന്നേ വരെ ഹൻസ് കുട്ടിക്ക് ഇന്നലെ ഏത് പ്രോഡക്റ്റായിരുന്നു, ലോറിയലിൻ്റെ ഒരു പ്രോഡക്റ്റ്, അത് ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ദീസ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ലൈക്ക് എക്സ്ട്രീംലി ടൈറ്റ്, ഒന്നും മാറാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കപ്പായിരുന്നു. പാരൻസ് 2 ദിവസം വീട്ടിൽ ഉണ്ടായിരുന്നു. ദേ കെയിം ഫോർ അർജുൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം. ദേ വർ ഓൾസോ വെരി ഹാപ്പി ആൻഡ് റിലാക്സ്ഡ്. അവരിന്ന് തിരിച്ചുപോയി. ഇന്ന് ഓസിയും അശ്വിനെല്ലാം അവരുടെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവണം ബൈ നൗ. ഓസി ഹാഡ് എ ടഫ് ടൈം ഐ തിങ്ക് വിത്ത് ബേബി. ഹാപ്പി എന്നാണ് ഞാൻ വിചാരിച്ചു. ഓസി പറഞ്ഞു അവൻ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ല, അവൻ കരഞ്ഞുകൊണ്ടേ, അവന് സ്ഥലം മാറി ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയും. ഐ എം മിസ്സിങ് ഹിം, ഐ വോണ്ട് ടു ഗോ ബാക്ക് ഹോം ആൻഡ് ഹഗ് ഹിം. നാളെ വീട്ടിൽ പോയാലും നാളെ എനിക്ക് 2 ഷൂട്ടുണ്ട്. നാളെ എനിക്കും അമ്മൂനും 2 ഷൂട്ടുണ്ട്. വൈകുന്നേരം ഹൻസുവിനൊരു ഷൂട്ടുണ്ട്. സോ നാളെ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ബിസി ഡേ ഫോർ മീ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കണേക്കാൾ നല്ലതല്ലേ. ഇപ്പോൾ നമ്മൾ സാരി ബിസിനസ് തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ ഇതിലും വി ആർ വെരി വെരി എൻഗേജ്ഡ് ഇൻ ഇറ്റ്. ആൻഡ് അതിൻ്റെ അപ്പോൾ കുറേ വർക്കുണ്ട്. ഇനിഷ്യലി വളരെ പേഴ്സണലായിട്ട് നമ്മൾ തന്നെയാണ് എല്ലാം ഹാൻഡ് പാക്ക് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ കുറച്ച് വലുതാക്കുമായിരിക്കും ബിസിനസ്സൊക്കെ, അറിയത്തില്ല. തൽക്കാലം അതിനിങ്ങനെ ചെറിയ രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. ബിക്കോസ് അത് ഒരുപാട് വലുതാക്കിയാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയാലോ എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. മേ ബി ഇൻ ഫ്യൂച്ചർ ഇറ്റ് മേ ഗ്രോ ബിഗ് ആൻഡ് വി വിൽ കീപ്പ് അതുപോലെ കുറേ. ഇപ്പോൾ എല്ലാം നമ്മുടെ ഒരു പേഴ്സണൽ ടച്ചോട് കൂടിയാണ് എല്ലാം നടക്കുന്നത്. ആൻഡ് ദ സാരീസ് ആർ ലൈക്ക് എക്സ്ട്രീംലി നൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് ആ വെബ്സൈറ്റ് സിയ ബൈ അഹാദിഷിക. വളരെ നല്ല കുറേ സാരികളുണ്ട്. ആൻഡ് ഈച്ച് ആൻഡ് എവറി സാരീസ് ലൈക്ക് ക്ലോസ് ടു നമ്മുടെ ആരുടെയെങ്കിലും ഹാർട്ട്. ലൈക്ക് എനിക്കിഷ്ടപ്പെട്ടതുണ്ട്, അമ്മുന് ഇഷ്ടപ്പെട്ടതുണ്ട്, ഹൻസുവിന് ഇഷ്ടപ്പെട്ടതുണ്ട്, ഇഷാനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ധാരാളം സാരികളുണ്ട് കേട്ടോ. ഒരു പിങ്കൊക്കെ എൻ്റെ ഫേവറേറ്റാണ്, ഡാർക്ക് ഗ്രീൻ എൻ്റെ ഫേവറേറ്റാണ്. ഭയങ്കര ഇന്നലെ ഞാൻ കല്യാണത്തിന് ആ സാരി കൊടുത്തുകൊണ്ട് ഐ ഫെൽറ്റ് സോ കംഫർട്ടബിൾ യുനോ. ഇന്ന് ഞാൻ ഇട്ടിരുന്ന ഈ കുർത്ത എങ്ങനെയുണ്ട്, ഈ സൽവാർ, ഇത് പണ്ട് മോക്ഷയെന്ന് വാങ്ങിച്ചതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ, നല്ല കളറാണ്, നല്ല വർക്കാണ്. ഓക്കെ, ഇന്ന് ഈ റൂമിൽ എ സിക്ക് ഭയങ്കര തണുപ്പ്. എനിക്ക് സാധാരണ ഞാൻ എവിടെ ഹോട്ടലിൽ പോയാലും ഞാൻ പറയും എ സിക്ക് തണുപ്പില്ലല്ലോ, ചൂടാണല്ലോ. എന്നോട് ഭയങ്കര തണുപ്പ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഷോളൊക്കെ മൂടി ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഐ വാസ് ടെല്ലിങ് ഇഷാനി ഐ എം തിങ്കിങ് ഓഫ് കാശ്മീർ ഓർമ്മ വരുന്നു. ഞാൻ ചോദിച്ചു ഐ യു മിസ്സിങ് ഗോയിങ് ഓൺ ട്രിപ്സ്. ഇങ്ങനെ പെട്ടെന്ന് പോയി 2 ദിവസം ട്രിപ്പിലായി, ലോങ് ട്രിപ്സ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നാളായി. എനിക്കറിയാം നിങ്ങളൊക്കെ ലൈക്കും ചെയ്യുന്നുണ്ടാവും, ഷെയറും ചെയ്യുന്നുണ്ടാവും, കമൻസും ഇടുന്നുണ്ടാവും. ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്. എനിക്ക് തന്നെ അറിയാം, ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പലയിടത്തും പോകുമ്പോൾ ദ വേ പീപ്പിൾ നമ്മളെ കാണുമ്പോൾ ദ വേ എന്നോട് സിന്ധു കൃഷ്ണ അല്ലേ അങ്ങനെ എൻ്റെ പേരിന് ചെറിയൊരു ഐഡൻറ്റിറ്റി എങ്ങനെയായി. അപ്പോൾ അത്രയൊക്കെ തന്നെ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. Till then, all of you all take care. Bye.